ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർസിനെ കുറിച്ച് തന്നെയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷങ്ങൾക്കപ്പുറം ജനങ്ങൾക്ക് തിരിച്ചറിവ് കിട്ടിയിരിക്കുന്നു എന്നുള്ള ആ കാര്യമാണ് ആ സന്തോഷത്തിന് കാരണം. ഇപ്പോൾ ഇവർ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു നമ്മുടെ കമ്പനിക്ക് ആണ് കുഴപ്പം. ഇതിനെതിരെ പറഞ്ഞവരൊക്കെ ശരിയായിരുന്നു. അനിലക്കരെ ഒരു സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഇതുപോലെയുള്ള തട്ടിപ്പുകൾക്കെതിരായിരുന്നു. നമ്മുടെ കമ്പനി തട്ടിപ്പാണ് നടത്തിയത് എന്നൊക്കെയുള്ള തിരിച്ചറിവുകൾ ഇവരുടെ കടുത്ത ആരാധകരായിരിക്കുന്ന, അല്ലെങ്കിൽ ഹൈറിച്ച് അന്നമാണ്, അന്നമ്മയാണ്, കുഞ്ഞമ്മയാണ്, പോറ്റമ്മയാണ്, നമ്മൾക്ക് ഇതുവരെ വരുമാനം ഇങ്ങനെ എന്തെന്നില്ലാത്ത വരുമാനം നൽകിയ കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ ശ്രീനിയും പ്രതാപനും ദൈവങ്ങളാണ്, നമ്മളുടെ കണ്ട ദൈവങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നവർ തന്നെ ഇപ്പോൾ പറയുന്നു നമ്മുടെ കമ്പനിയുടെ കയ്യിൽ യാതൊരു രേഖയുമില്ല, ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിക്കാനുള്ള അനുമതി ഒരു അധികാരിയുടെ പക്കൽ നിന്നും ഇവർ സ്വരൂപിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രതാപൻ എങ്ങനെ പണം കിട്ടും എന്ന് ചോദിച്ചപ്പോൾ കൈമലർത്തി കാണിച്ചു, അതെനിക്കറിയില്ല എന്നൊക്കെ രീതിയിലുള്ള മറുപടികളാണ് പ്രതാപനെ നേരിൽ കണ്ടപ്പോൾ, കഴിഞ്ഞ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലുമൊക്കെ പ്രതാപനെ നേരിൽ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇവരുടെ കമ്പനി കൊടും തട്ടിപ്പ് നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇവർക്ക് വലിയ വലിയ വക്കീലന്മാരുണ്ടായിട്ട് പോലും ഹൈക്കോടതിയിൽ നിന്നും സെഷൻസ് കോടതിയിൽ നിന്നും എല്ലാം തന്നെ തിരിച്ചടികൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ഇവർ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് മാസം 10-ാം തീയതി ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിട്ട് ഇതുവരെ അതിൽ വാദം കേൾക്കാതെ 22 സിറ്റിങ്ങുകൾ കഴിഞ്ഞു പോയത്, അല്ലെങ്കിൽ ഇവർ വാദിക്കാൻ, ഇവരുടെ കമ്പനിയുടെ കാര്യങ്ങൾ പറഞ്ഞ് വാദിക്കാൻ തയ്യാറാവാത്തതിൻ്റെ കാരണം ഇവരുടെ കയ്യിൽ യാതൊരു രേഖയുമില്ലാത്തത് കൊണ്ടാണ്. എപ്പോഴാണോ വാദിക്കുന്നത് അന്ന് ഈ കമ്പനിയുടെ കേസ് അവസാനിക്കും, അന്ന് ജഡ്ജ് ഈ കമ്പനിക്കെതിരായുള്ള വിധി എഴുതും എന്നതുകൊണ്ട് മാത്രമാണ് ഇവർ കേസിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്ന കാര്യം ഒരുമാതിരിപ്പെട്ടവർമാർക്കൊക്കെ മനസ്സിലായി എന്നുള്ള കാര്യമാണ്. അതിന് 2 വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ 2 വർഷത്തിനപ്പുറം നമുക്ക് പറയാനുള്ളത്. അതിൽ തന്നെ നിരവധി ആൾക്കാർ കന്നഡക്കാരൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നെ അധിക്ഷേപിച്ചവരും ശപിച്ചവരും പ്രാഗിവരും ഒക്കെ തന്നെ അവൻ പറഞ്ഞതാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പാവപ്പെട്ട സ്ത്രീകളാണ് ഒരു വാക്ക്, ഇംഗ്ലീഷിലുള്ള ഒരു വാക്ക് പോലും വായിച്ചെടുക്കാൻ അറിയാത്തവരാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത്. അവർ ഇതുപോലെ എല്ലാ ഞായറാഴ്ചയും പൂൾ ഇൻകം ലഭിക്കും, ലാഭവിഹിതം ലഭിക്കുമെന്ന് കരുതിയാണ് അവർ ഉള്ളത് മുഴുവൻ പൊറുക്കി ലീഡർമാരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ കമ്പനിയിലേക്ക് 10,000-കണക്കിന് ആൾക്കാർ ID അടിക്കുന്നത്. ഇവർ പറയുന്നത് ഈ കമ്പനിയിൽ ചേരുകയല്ല, നമ്മൾ ID അടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇവർ ചെയ്തിരുന്ന എല്ലാ ബിസിനസ്സുകളും തന്നെ അനധികൃത പണം സ്വരൂപിക്കാനുള്ള മാർഗങ്ങളാണ് എന്ന് ഇവർക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ മാത്രമാണ് രക്ഷ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പറയുന്നത് എല്ലാവരും തന്നെ
സെക്രട്ടേറിയറ്റിൽ നടത്തിയ മാർച്ച് പോലെ പ്രതാപൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തണം എന്നൊക്കെയാണ്. അതിൽ എന്താണ് കാര്യം? അവിടെ പോയ ലീഡർമാരെ അടക്കം ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് മുൻപേ നടന്നിരുന്നത്. മറ്റ് കുറേ ലീഡർമാർ ഇവരുടെ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ള കേസിൽ മൊഴി കൊടുക്കാനും വരികയുണ്ടായി. അപ്പോൾ അവർ വീട്ടിൽ താമസിക്കാത്ത ഒരു വീട്ടിൽ പോയി ആൾക്കാർ പണം ചോദിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, പ്രതാപൻ ഇപ്പോഴും ജയിലിലാണ് എന്നുള്ളതാണ്. ചിലരൊക്കെ വിചാരിക്കുന്നത് പ്രതാപൻ പുറത്തിറങ്ങി എന്നാണ്. എന്നാൽ പ്രതാപൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. കണ്ണപുരത്ത് രജിസ്റ്റർ ചെയ്ത കേസിലടക്കം പ്രതാപന് ജാമ്യം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിരവധി FIRകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ FIRകളിലൊക്കെ ജാമ്യമെടുത്തതിന് ശേഷം മാത്രമേ പ്രതാപനെ പുറത്തിറങ്ങാൻ സാധിക്കൂ. പ്രതാപൻ പുറത്തിറങ്ങിയാലും പ്രതാപന് പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ആർക്കെങ്കിലും പണം ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ പണത്തിന് വേണ്ടി പ്രതാപന്റെ അടുത്ത് ചെല്ലുമെന്ന് പ്രതാപന് നന്നായിട്ടറിയാം. അതുപോലെ തന്നെയാണ് ഈ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളുടെ പക്കലിൽ നിന്ന് പണം തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എത്രമാത്രം യുക്തിയുണ്ട് എന്നുള്ളത്. പ്രതാപൻ പറയും, എല്ലാം എൻ്റെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ്ഡാണ്, നിങ്ങൾക്ക് സർക്കാർ പണം തരും എന്നുള്ള മറുപടി ആയിരിക്കാം പ്രതാപന്റെ പക്കലിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കൈവച്ച് അന്നമ്മയാണ്, കുഞ്ഞമ്മയാണ്, പോറ്റമ്മയാണ്, പെറ്റമ്മയാണ് എന്നൊക്കെ കരുതി 3 നേരവും അല്ലെങ്കിൽ മുഴുവൻ സമയവും ജയിൽ വിളിച്ചവരോട് പറയാനുള്ളത്, ഈ കേസ് തോൽക്കുന്ന കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഓരോരാളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അടിയന്തരമായി ഇതിൻ്റെ വാദങ്ങൾ മെറിറ്റിൽ വാദിക്കാനുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയല്ലാത്ത പക്ഷം ഇവർ തന്നെ പണ്ട് കേസ് പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിക്ഷേപകർക്ക് പണം ലഭിക്കുകയാണ് വേണ്ടതെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിക്കുക, നിയമ നടപടികൾക്ക് വിധേയരാവുക എന്നുള്ള കാര്യമാണ്. ഈ 3000 കോടി കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തട്ടിച്ച് പിടിക്കപ്പെട്ട് കമ്പനി പൂട്ടി അപ്പോൾ ഇത് ജയിലിലായ ആളുകളോട് ചർച്ചയാക്കേണ്ട വിഷയമാണ്.